ഇതാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത്. ഒരു സിനിമയ്ക്ക് വേണ്ടി ആരാധകർ അല്ലെങ്കിൽ പ്രേക്ഷകർ നൽകുന്ന സ്വീകരണം അതുതന്നെയാണ് ഒരു സിനിമയുടെ വിജയവും. എമ്പുരാനോളം കാത്തിരിപ്പുയർത്തുന്ന മറ്റൊരു മലയാള സിനിമ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ലൂസിഫർ എന്ന ആദ്യ ഭാഗത്തിന് സ്വപ്നതുല്യമായ വിജയമായിരുന്നു അതിന് കാരണം. ഖുറേഷി എബ്രാം എന്ന കഥാപാത്രമായി മോഹൻലാൽ സ്ക്രീനിൽ നിറഞ്ഞാടാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പുത്തൻ അപ്ഡേറ്റുകൾ പങ്കിട്ടിരിക്കുകയാണ് സംവിധായകൻ പൃഥ്വിരാജ്. ലൂസിഫർ നേടിയ മികച്ച വിജയം കൊണ്ട് തന്നെ എമ്പുരാന്റെ മേലും വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. ഇപ്പോഴിതാ എമ്പുരാനിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അണിയറ പ്രവർത്തകർ. സിനിമയിലെ ആദ്യ ക്യാരക്ടർ പോസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ജെയ്സ് ജോസ് അവതരിപ്പിക്കുന്ന സേവ്യർ എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒപ്പം നടന്റെ ചിത്രീകരണ അനുഭവങ്ങളും അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട്. ലൂസിഫർ എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളിക്കൊപ്പമുള്ള കഥാപാത്രമാണ് സേവ്യർ. ഇത് എമ്പുരാൻ എന്ന സിനിമയിലെ 36ാമത്തെ ക്യാരക്ടർ പോസ്റ്ററാണ്. അടുത്ത ദിവസങ്ങളിൽ അണിയറ പ്രവർത്തകർ മറ്റ് ക്യാരക്ടർ പോസ്റ്ററുകളും പുറത്തുവിടും. 2025 മാർച്ച് 27-നാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തുന്നത്. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സ്വീക്വലുമാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അബ്രാം ഖുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എമ്പുരാൻ കാണാൻ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് വലിയൊരു തീപ്പൊരി തന്നെയാണ് ഈ അപ്ഡേറ്റുകൾ തിരികൊളുത്തുന്നത്. ഇത് ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളം എത്തിക്കുകയാണ്. അതായത് 36 കഥാപാത്രങ്ങളെ 18 ദിവസം കൊണ്ട് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തും. ഈ കഥാപാത്രങ്ങൾ ചെയ്ത താരങ്ങളുടെ എക്സ്പീരിയൻസും അപ്ഡേറ്റിലുണ്ടാകും. 18 ദിവസം വരെ ഇത് നീണ്ടു നിൽക്കും. ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സാനിയ അയ്യപ്പൻ, സായ് കുമാർ, ഇന്ദ്രജിത് സുകുമാരൻ, ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വെഞ്ഞാറമൂട്, ഷൈൻ ടോം ചാക്കോ, ഷറഫുദ്ദീൻ, അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ഉണ്ടാകും. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. ദീപക് ദേവാണ് സംഗീതം. സുജിത് വാസുദേവ് ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് അഖിലേഷ് മോഹനാണ്. എന്തായാലും എമ്പുരാനു വേണ്ടിയുള്ള കാത്തിരിപ്പ് വാനോളം ഉയരുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.